UDF-ൽ രണ്ട് മന്ത്രിപദവും ചീഫ് വിപ്പ് സ്ഥാനവും വേണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അവർ പറയുന്ന പോലെയാണ്. ഒറ്റ സീറ്റ് മാത്രമേ പോയുള്ളൂ, ബാക്കി എല്ലാ സീറ്റും കിട്ടി. പിടിച്ചിട്ടുണ്ട്. PJ ജോസഫിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് ആവശ്യമുയർന്നത്. മോൻസ് ജോസഫ് പാർലമെന്ററി പാർട്ടി നേതാവാകും. രാഹുൽ വിജയൻ ഒരുങ്ങണം വെച്ചു. രാഹുൽ അവിടെ കേരള കോൺഗ്രസ് സകലതും നഷ്ടപ്പെട്ട് അവരുടെ നേതാവും ഉപനേതാവും സെക്കൻഡ് ലെഫ്റ്റനന്റും ഒക്കെ പരാജയപ്പെട്ട് സമ്പൂജരായിരിക്കുമ്പോൾ ഇപ്പുറത്ത് ജോസഫിന്റെ കാര്യം അങ്ങനെയല്ല. ശക്തി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത്രയും കുറച്ച് സീറ്റിൽ മത്സരിച്ച അത്രയും സീറ്റ് ജയിച്ച ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയായി മാറുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ പറയുന്ന ലീഗ് പറയുന്ന പോലെ കൃത്യമായി ക്ലെയിം വെക്കാനുള്ള അവകാശമുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. അശ്മി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഈ കേരള കോൺഗ്രസിന്റെ വിജയം അത് വലിയ വിജയമാണ്. മത്സരിച്ച 8 സീറ്റിൽ 7ലും അത്യുജ്വല വിജയം നേടുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അവർ 8 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി 10ൽ നിന്ന്. അപ്പോൾ UDF-ൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നിബന്ധന, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വെച്ചൊരു നിബന്ധന, 5ൽ കൂടുതൽ സീറ്റ് നേടി കേരള കോൺഗ്രസ് നേടുകയും UDF അധികാരത്തിൽ വരികയുമാണെങ്കിൽ 2 മന്ത്രിസ്ഥാനം വേണമെന്നായിരുന്നു അന്ന് തന്നെ മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇന്നലെ എന്തായാലും 7 MLA-മാരും കേരള കോൺഗ്രസിന്റെ 7 MLA-മാരും PJ ജോസഫിന്റെ വീട്ടിൽ യോഗം ചേർന്നിരുന്നു. അതിൽ പാർലമെന്ററി പാർട്ടി നേതാവായിട്ട് മോൻസ് ജോസഫിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 2 മന്ത്രിസ്ഥാനത്തിനൊപ്പം ചീഫ് വിപ്പ് പദവിയും കൂടി കേരള കോൺഗ്രസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ UDF-ൽ അത് ചർച്ച ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ജോസ് കെ മാണി PJ ജോസഫിനെ ഉൾപ്പെടെ തറവാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നലെ PJ ജോസഫ് തിരിച്ചൊരു അടി അടിച്ചിട്ടുണ്ട്. തെറ്റ് തിരുത്തി എല്ലാം ഏറ്റുപറഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് ഉൾപ്പെടെ കേരള കോൺഗ്രസിലേക്ക് സ്വാഗതം. അത്രത്തോളം വലിയ വിജയം കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അത് UDF-ലും വലിയ തരത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 മന്ത്രികളെയും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് അവർ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.